നമസ്കാരം. 4 ഘട്ടമായി നടത്തുന്ന ഡിജിറ്റൽ റീസർവേയുടെ 1-ാം ഘട്ടം പൂർത്തിയാക്കി സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് സെക്ഷൻ 9(2) പ്രകാരമുള്ള വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചു. 9(2) വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ അപേക്ഷകർ ഓൺലൈനായി എൻ്റെ ഭൂമി പോർട്ടലിൽ കയറി അപാകത പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ഭൂവുടമകൾ ഓൺലൈനായി പരാതി നൽകുകയും ചെയ്യണം. ഇത് പരിഹരിച്ചാണ് അന്തിമ വിജ്ഞാപനം പുറത്തിറക്കുക. 1-ാം ഘട്ടം ഡിജിറ്റൽ റീസർവേ പൂർത്തിയായപ്പോൾ മിക്കവാറും എല്ലാ ഭൂവുടമകൾക്കും വസ്തു കൂടുതൽ അല്ലെങ്കിൽ കുറവ് ഉണ്ടായിട്ടുള്ളതാണ്. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ റവന്യൂ രേഖകൾ അപ്രകാരം ആയിത്തീരുന്നതാണ്. റവന്യൂ രേഖകളിൽ ഉള്ളതിൽ അധികം ഭൂമി കൈവശം ഉള്ളവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം നൽകാനുള്ള ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും. അതിനുള്ള കരട് നിയമവകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ഉദാഹരണത്തിന് ആധാരപ്രകാരവും ഭൂനികുതി അടയ്ക്കുന്നത് പ്രകാരവും ഒരാൾക്ക് 50 സെൻറ്റ് ഭൂമിയുണ്ട് എന്നിരിക്കട്ടെ. ഡിജിറ്റൽ റീസർവേ പ്രകാരം 10 സെൻറ്റ് കൂടുതൽ കണ്ടെത്തിയെന്നിരിക്കട്ടെ. ഈ 10 സെൻറ്റ് ഭൂ ഉടമയ്ക്ക് നിബന്ധനകൾക്ക് വിധേയമായി ലഭിക്കുന്നതാണ്. അതായത് സർക്കാർ ഒരു സെറ്റിൽമെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കും. ഈ സെറ്റിൽമെൻറ്റ് കമ്മിറ്റി കൂടുതലായി വന്ന 10 സെൻറ്റ് സ്ഥലം അതിലുള്ള മറ്റു ഭൂവുടമകൾക്ക് പരാതിയില്ലാത്ത പക്ഷം അദ്ദേഹത്തിന് നൽകുന്നു. ആയതിലേക്ക് നിശ്ചിത ഫീസ് സർക്കാർ ഈടാക്കുകയും ചെയ്യുന്നതാണ്. മറ്റു പ്രധാന വ്യവസ്ഥകൾ പറയാം. അധികമായുള്ള ഭൂമി സർക്കാർ പുറമ്പോക്കാകരുത്. അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകരുത്. കൂടാതെ സർക്കാർ നൽകിയ പട്ടയഭൂമി ആകരുത് തുടങ്ങിയവയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നത് വരേക്കും ബൈ.